welcome our respected dignitaries onto the stage. Now let's welcome the stars of our program, our students. നിങ്ങൾ അടിപൊളിയായിരുന്നു എല്ലാ കാര്യത്തിലും. എന്ന് വെച്ചാൽ ഇവിടെ കുറേ പ്രോഗ്രാമുകൾ നമ്മൾ നടന്നു. ഈ പ്രോഗ്രാം ഞങ്ങൾക്ക് മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് നടത്താനാണ് പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അതിനൊരു ഡേറ്റ് ഞങ്ങൾക്ക് അനൗൺസ് ചെയ്യാം. പക്ഷെ ഇതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് നിങ്ങൾ ഓരോ കുട്ടികളാണ്. നമുക്ക് ലക്ഷ്യമുണ്ടാകും. ആ സ്വപ്നം കണ്ടാൽ മാത്രം പോരാ, എപ്പോഴും അത് പ്രാവർത്തികമാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രയത്നിക്കണം. ജോബ് ഒരു പാഷനായിട്ട് ഇരുന്നാൽ മാത്രമേ നമുക്കത് ബോറടിക്കാണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത് പലരും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കുള്ളൂ. പക്ഷെ എന്നാലും ഇന്ന് ഈ വേളയിൽ എനിക്ക് നിങ്ങളോട് അതൊന്ന് പറയണമെന്ന് തോന്നി. ഒരു പ്രാവശ്യം കൂടിയും ജസ്റ്റ് ഒന്ന് പറയണമെന്ന് തോന്നി. നിങ്ങൾ ഫസ്റ്റ് കോൾ ഇവിടുന്ന് വരുമ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന എല്ലാ വാഗ്ദാനങ്ങളും ഇന്നിവിടെ വരെ നടത്തി തന്നിട്ടുണ്ട്. അതിനുവേണ്ടി ഒരുപാട് എഫേർട്ട് ഇട്ടു. കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള വർക്കാണ്. നിങ്ങൾക്ക് എന്ത് വേണം, ഇനി അടുത്ത് എന്ത് ചെയ്തു തരണം, എല്ലാത്തിൻ്റെ പുറകിലും ഞങ്ങളുടെ ഒരു ടീമിൻ്റെ ഒരു വാശിയോട് കൂടിയിട്ടുള്ള വർക്ക് ഉണ്ടായിരുന്നു. എല്ലാവരും ഹാപ്പിയാണ്, അതുപോലെ തന്നെ ഞാനും വളരെയധികം ഹാപ്പിയാണ്. പിന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിലും കൂടുതൽ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, അതുപോലെ അവരുടെ പേരൻസ് ഉണ്ടായിരുന്നു. അപ്പം ഇനി വരും വർഷങ്ങളിൽ, അതായത് ഇതിലും കൂടുതൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പോൾ ഈ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രൗഡ് മൊമെൻ്റാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പം ഇന്നിവിടെ കോൺവെക്കേഷൻ കഴിഞ്ഞിരിക്കുന്നത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിലും ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു 100-ൽ കൂടുതൽ സ്റ്റുഡൻസാണ് ഇന്ന് ഒറ്റ ബാച്ചിൽ നിന്ന് നമുക്ക് ഇന്നിവിടെ കോൺവെക്കേഷൻ സെറമണിയിൽ പങ്കെടുത്തത്. ഇന്നത്തെ കാലഘട്ടത്തിൽ എ ഇല്ലാത്ത ഒരു മേഖല പോലും ഇല്ല. ഈവൻ ലോജിസ്റ്റിക്സ് മേഖലയിലുണ്ട്, ഹോസ്പിറ്റാലിറ്റി മേഖലയിലുണ്ട്, എല്ലാ സെക്ഷനിലും എയുടെ കടന്നുവരവ് ശരിക്കും പറഞ്ഞാൽ കൂടുതലാണ്. കൂടുതൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെല്ലാവരും പറയും എ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജോബ് പോകും. പക്ഷേ എന്നിട്ട് നമ്മൾ ഇവിടെ എ ഇൻറ്റിഗ്രേറ്റഡ് കോഴ്സുകളാണ് നമ്മൾ ഈ പ്രാവശ്യം 2026 കിടക്കുമ്പോൾ എല്ലാ കോഴ്സുകളും നമ്മൾ എ ഇൻറ്റിഗ്രേറ്റഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ടോട്ടലി നമ്മൾ എ ഇൻറ്റിഗ്രേറ്റഡ് എന്ന് പറഞ്ഞാൽ പോലെ വെറുതെ ഒരു എ ഇൻറ്റിഗ്രേറ്റഡ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ കോഴ്സുകളിൽ അതിൻ്റെ മൊഡ്യൂളിലെല്ലാം എ ഇംപ്ലിമെൻറ്റേഷൻ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് ഒരു 2027-2028 നമുക്ക് DSoftൽ ഒരു എ റോബോട്ടിക്സ് അല്ലെങ്കിൽ IoT കോഴ്സ് പോലുള്ള കോഴ്സുകൾ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ അത് ഇതിനോട്ടുള്ളൊരു തുടക്കമാണ്. 2026 ജനുവരിയിൽ തന്നെ ഈ കോൺവെക്കേഷൻ നമ്മൾ നടത്താൻ ഉദ്ദേശിച്ചത് തന്നെ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്.